പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 2026 ഏപ്രിൽ 9 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. മെയ് 4 വോട്ടെടുപ്പ്. സുഹൃത്തുക്കളെ, ഞാൻ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ദീർഘനിശ്വാസം വിട്ടു. കേരളം ഏപ്രിൽ 9 അല്ലെങ്കിൽ വോട്ടെണ്ണുന്ന മെയ് 4 കേരളം വിമോചിക്കപ്പെടും എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 25 വർഷക്കാലത്തെ പോരാട്ടം സാർത്ഥകമാകുന്ന ദിവസമായിരിക്കും ഈ മെയ് 4 എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, കേരളം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഏപ്രിൽ 9 അല്ലെങ്കിൽ മെയ് 4 ലിബറേറ്റ് ചെയ്യപ്പെടുകയാണ്, വിമോചിക്കപ്പെടുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരുന്ന ഒരു ദുർഭരണത്തിൽ നിന്ന്, കേരളത്തെ ദോഷകരമായി ബാധിച്ചുകൊണ്ടിരുന്ന ഒരു ദുർഭരണത്തിൽ നിന്ന് പൊതുവിൽ കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM-നെ ഒരു അർബുദം പോലെ ബാധിച്ചിരുന്ന ജീർണതയിൽ നിന്ന് പാർട്ടി അണികളും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിമോചിപ്പിക്കപ്പെടും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചാരിതാർത്ഥ്യജനകവും അഭിമാനകരവുമായ ഒരു സംഭവമായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ആലോചിക്കുകയായിരുന്നു, 2021 PS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി 2021 2001 അദ്ദേഹത്തോടൊപ്പം ചേർന്നത് മുതലാണ് CPM-ൻ്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള സമര പോരാട്ട ഭൂമിയിൽ എനിക്ക് വഹിക്കാൻ കഴിയുന്ന ഒരു പങ്ക് ദൈനംദിനം വഹിച്ചു തുടങ്ങിയത് എന്നെനിക്ക് പറയാൻ കഴിയും. 2001 മുതൽ. അതിനു മുമ്പ് ഞാൻ ഈ പോരാട്ട ഭൂമിയിലുണ്ടായിരുന്നെങ്കിലും ഒരു ദൈനംദിന പോരാളി ആയിട്ടായിരുന്നില്ല. എന്നാൽ VS-ൻ്റെ കൂടെ ജോലി ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ഈ CPM-ൻ്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ദൈനംദിനം ഏറ്റെടുക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഞാൻ യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുകയായിരുന്നു. ഞാൻ PS അച്യുതാനന്ദനെ സൃഷ്ടിച്ചവനെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വർത്തമാനങ്ങൾ, അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല, അതൊന്നും ഞാൻ കൺകർ ചെയ്യുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ CPM എന്ന് പറഞ്ഞ ഈ പാർട്ടിയുടെ ജീർണതയ്ക്കെതിരെ അചഞ്ചലമായി പോരാട്ടം നടത്തുന്ന PS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ശക്തമായ പിന്തുണ നൽകി, അദ്ദേഹത്തിന് പിന്തുണ നൽകി പോരാടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ എന്ന് മാത്രമേ ഞാൻ എന്നെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 2001 മുതൽ 2006 വരെ VS-ൻ്റെ കൂടെ നിന്ന് ദൈനംദിന പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചു. അതിന് 2005 വലിയ ഫലമുണ്ടായി. 2006 വലിയ ഫലമുണ്ടായി. VS മുഖ്യമന്ത്രിയായി. പക്ഷേ നിർഭാഗ്യവശാൽ VS-നോടൊപ്പം നിന്ന് പോരാടി എന്നുള്ള കാരണം കൊണ്ട് മാത്രം 2006 ഈ പാർട്ടി ദുഷ്പ്രഭുത്വം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പിന്നീടുള്ള സമരം ഒറ്റയ്ക്കായിരുന്നു. 2001-2006 കാലഘട്ടത്തിൽ VS-നോടൊപ്പം നിന്നാണ് പോരാടിയത്. എന്നാൽ 2006 ശേഷം പാർട്ടി പുറത്താക്കിയതിനെ തുടർന്ന് ഒറ്റയ്ക്ക് പോരാട്ടം തുടർന്നു. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒറ്റയ്ക്കുള്ള സമരം ഞാൻ തുടർന്നു. എന്നാൽ കഴിയാവുന്ന നിലയിൽ VS-നോടൊപ്പം നിന്ന് ഞാൻ നടത്തിയ പോരാട്ടത്തിന് സമാനമായ രീതിയിൽ ഒറ്റയ്ക്ക് ഞാൻ പോരാട്ടം തുടർന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരാതെ. പിന്നീട് എന്താണ് ഉണ്ടായെന്നുള്ളത് പിന്നെ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. 2017 ഒരു കാരണവുമില്ലാതെ 8 ദിവസം ജയിൽ വാസം അനുഭവിക്കേണ്ടി വന്നു. ഭാഗ്യത്തിന് ജീവനോടെ പുറത്തു വന്നു. അതിനുശേഷം വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ശ്രമങ്ങളുണ്ടായി, വീട്ടിൽ റെയ്ഡ് ചെയ്യാനുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ദുർഭരണത്തിനെതിരെ, ഈ പാർട്ടി ദുഷ്പ്രഭുത്വത്തിനെതിരായിട്ടുള്ള എൻ്റെ സമരം ഞാൻ അചഞ്ചലമായി മുന്നോട്ട് കൊണ്ടുപോയി. 10 വർഷം പിണറായി വിജയൻ്റെ അതിഭീകരമായിട്ടുള്ള ഭരണത്തിനെതിരായിട്ട് ദൈനംദിനം പോരാടി. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 2500 വീഡിയോകൾ ചെയ്തു. വലിയ റിസൾട്ടാണ് അതിനകത്ത് നിന്നുണ്ടായത്. കോടിക്കണക്കിന് ആളുകൾ അത് കണ്ടു. അത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്തി.
10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ദുഷ്ഭരണത്തെ മറികടക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നിലയിൽ നടത്തിയ ആ സമരം അതൊരു പരിസമാപ്തിയിലെത്തി എത്താൻ പോകുന്നു, അത് സാർത്ഥകമാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കേരളത്തെ 10 വർഷമല്ല, കേരളത്തെ ഒരു 50 വർഷം പുറകോട്ട് കൊണ്ടുപോയ പിണറായി വിജയൻ്റെ ഈ ദുർഭരണം ഇത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട് എന്നെനിക്ക് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണകാലത്തെ ഭീകരാവസ്ഥയെക്കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല. അതിപ്പോൾ ക്രമസമാധാനത്തിൻ്റെ മേഖലയിലായിക്കോട്ടെ, അത് അഴിമതിയുടെ മേഖലയിലായിക്കോട്ടെ, അത് ഭൂമി കൈയേറ്റത്തിൻ്റെ മേഖലയിലായിക്കോട്ടെ, അത് സ്ത്രീപീഡനത്തിൻ്റെ മേഖലയിലായിക്കോട്ടെ, ഈ മേഖലകളിലെല്ലാം തന്നെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര അതിഭീകരമായിട്ടുള്ള തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച ഒരു പതിറ്റാണ്ടാണ് കഴിഞ്ഞു പോകുന്നത് 2016 മുതൽ 2026. മൂന്നാം തവണ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് നെഞ്ചി വിരിച്ച് നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയന് ജനങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബർ 9-നും 11-നും മുഖമടച്ച് അടി കൊടുത്തു. ഇരുത്തേണ്ടടുത്ത് ഇരുത്തും എന്നവർ പ്രഖ്യാപിച്ചു. അതൊരു സെമി ഫൈനലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്ന ഒരു സുവർണ അവസരം ഏപ്രിൽ 9-ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ആ അവസരം പരിപൂർണമായി ഉപയോഗിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തെ തകർത്തെറിഞ്ഞ ഇല്ലാതാക്കിയ ഒരു ഭസ്മാസുരനെ പോലെ ഭരണം നടത്തിയ പിണറായി വിജയന് ഒരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കാൻ, കഴിഞ്ഞ 10 വർഷം ഈ കേരളത്തെ നശിപ്പിച്ച ഇല്ലാതാക്കിയ പിണറായി വിജയന് അർഹിക്കുന്ന ഒരു 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 അടി കൊടുക്കാൻ ഈ ഏപ്രിൽ 9-ന് ജനങ്ങൾ തയ്യാറാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ തയ്യാറാവുന്നതിന് സമാന്തരമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പൊതുപ്രവർത്തകനും എന്നുള്ള ഞാൻ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ട് കാലം നടത്തിക്കൊണ്ടിരുന്ന ഒരു സമരത്തിൻ്റെ വിജയമായിട്ട് കൂടി അത് അടയാളപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ ഈ ദുർഭരണത്തിൽ നിന്ന് മലയാളികൾ ഒന്നാകെ വിമോചിക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ദിനത്തിന് വേണ്ടി ഉള്ള ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു സെക്കൻഡ് പോലും വിശ്രമിക്കാതെയുള്ള സമര പോരാട്ട ഭൂമിയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഒരു മദർ ഓഫ് ഓൾ ബാറ്റിൽസ് എന്ന് പറയുന്നത് പോലെ ആ സമരഭൂമിയിലേക്ക് ഇറങ്ങാൻ ഈ വരുന്ന 23 ദിവസവും ഞാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സമരം, എൻ്റെ 1/4 നൂറ്റാണ്ട് കാലത്തെ സമരം വിജയിക്കാൻ പോകുന്നു എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി, അത്യന്തം ഈ പറഞ്ഞ പോലെ സന്തോഷത്തോടുകൂടി, ആത്മധൈര്യത്തോടുകൂടി ഞാൻ ആ അന്തിമ സമരത്തിലേക്ക് ഇറങ്ങി പോകാൻ പോവുകയാണ് എന്ന് എൻ്റെ പ്രേക്ഷകരോട് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്.